പത്തനംതിട്ട കലഞ്ഞൂരിൽ 19-കാരിയുടെ ആത്മഹത്യയിൽ അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാർച്ച് നടത്തി. മരിച്ചനിൽ കണ്ടെത്തിയ ഗായത്രിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഗായത്രി ഈ സ്ഥാപനത്തിൽ നിന്ന് മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് കലഞ്ഞൂരിലെ വാടക വീട്ടിൽ ഗായത്രി എന്ന 19 വയസ്സുകാരിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ അടക്കമുള്ളവരുടെ മാനസിക പീഡനമാണ് ഗായത്രിയുടെ മരണകാരണമെന്ന് അമ്മ ആരോപിച്ചിരുന്നു. മകളെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡേറ്റിംഗിന് ക്ഷണിച്ചിരുന്നുവെന്നും ഇതടക്കം നിരവധി മാനസിക പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്നും അമ്മ ആരോപിച്ചിരുന്നു. അടൂരിലെ സൈനിക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തി. ട്രെയിനിങ്ങിനുമായി വരുന്ന പെൺകുട്ടികളെ ഈ പ്രദീപ് എന്ന് പറയുന്ന ആൾ ഡേറ്റിങ്ങിന് ക്ഷണിക്കുകയാണ്. ആ ഡേറ്റിങ്ങിന് വരുന്നില്ല എങ്കിൽ മാനസികമായി ഉപദ്രവിക്കുന്ന സമീപനം സ്വീകരിക്കും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം ഡിവൈഎഫ്ഐ അന്വേഷണത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം ആ പെൺകുട്ടിയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. സംഭവത്തിൽ സൈനിക പരിശീലന കേന്ദ്രത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. 24 പത്തനംതിട്ട.